ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 2, 3 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ലൈവ് സ്ട്രീമിംഗിന് സ്വന്തം പ്ലാറ്റ്ഫോം വികസിപ്പിച്ച ഹൈക്കോടതി, കേരള ഹൈക്കോടതി. അടുത്തിടെ കണ്ടെത്തിയ തലകീഴായി മുട്ടയിടുന്ന തവള ഇനം മിനർവാരിയ ചാൾസ് ഡാർവിനി. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ മികച്ച ലോങ് ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുത്തത് വസുദൈവ കുടുംബകം. സംവിധാനം ആനന്ദ് പട്വർദ്ധൻ. ഒളിമ്പിക്സ് മത്സരത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബാഡ്മിന്റൺ താരം അശ്വനി പൊന്നപ്പ. സ്കൂൾ സമയം രാവിലെ 8 മുതൽ 1 മണി വരെ ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി റിപ്പോർട്ട്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. ഫുട്പാത്തിലെ അനധികൃത കച്ചവടം ഒഴിവാക്കാൻ ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ച ജില്ല എറണാകുളം. ഊർജ ഉൽപാദനത്തിന് വിൻഡ് ടർബൈൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ്. 2005 ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിൽ 2024 ഓഗസ്റ്റ് 1 അവതരിപ്പിച്ചത് നിത്യാനന്ദ റായ്. വയനാട്ടിലെ ചൂരൽമലയിൽ ബൈലി പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വനിതാ ഉദ്യോഗസ്ഥ മേജർ സീത ഷെൽക്ക. കരസേന മെഡിക്കൽ സർവീസിൽ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ലഫ്റ്റനന്റ് ജനറൽ സാധന നായർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരൻ സ്വാപ്നിൽ കുസാല. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പാലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് രാഷ്ട്രീയ കാര്യസമിതി തലവനുമായ വ്യക്തി ഇസ്മായിൽ ഹനിയ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഈജിപ്തിനു വേണ്ടി ഫെൻസിംഗ് മത്സരിച്ച വനിതാ താരം നാദ ഹാഫിസ് 7 മാസം ഗർഭിണിയായിരിക്കെയാണ് മത്സരിച്ചത്. 2024 ജൂലൈയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായ വ്യക്തി അൻഷുമാൻ ഗെയ്വാദ്. For more videos, please subscribe my channel. Thank you.